ദിലീപിനെ തീർക്കാനായിട്ട് എല്ലാ ശ്രമങ്ങളും നടത്തി. പക്ഷേ ദിലീപ് ഇപ്പോഴും സ്വതന്ത്രനായി സഞ്ചരിക്കുന്നുണ്ട്. ഭാഗ്യലക്ഷ്മി അതുകൊണ്ടൊന്നും അടങ്ങൂല. പിന്നെ കുറെ ദിലീപിനെ തൂക്കിക്കൊന്നില്ല എന്ന് പറഞ്ഞ് പിന്നീട് കുറെ ചർച്ചകൾ, കുറെ അഭിമുഖങ്ങൾ, ഒരു ഓക്ഷാകുലയാകുന്നു, ആളുകളെ തീർത്ത് കളയുമെന്നവരെയുള്ള പ്രസംഗങ്ങൾ വരെ എത്തി. കാരണം അവരെ മൈൻഡ് കയ്യിൽ നിന്ന് പോയ രീതിയിലാണ് പിന്നെ ദിലീപിനെ ശിക്ഷിക്കാത്തതായിട്ട് നമ്മൾ കണ്ടത്. പിന്നീട് കുറച്ച് നാളത്തേക്ക് ഭാഗ്യലക്ഷ്മിയെ കാണാനേ ഇല്ല. ആര് ബലാത്സംഗം ചെയ്താൽ, ആര് പീഡിപ്പിക്കപ്പെട്ടാൽ അതൊന്നും പ്രശ്നമല്ല. ദിലീപ് മാത്രമാണ് അവരുടെ കണ്ണിൽ ഒരു ടാർഗറ്റ് ആയിരുന്നത്. ദിലീപ് സിനിമകൾ ഇറങ്ങി, അടുത്ത സിനിമയൊക്കെ അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നത്. ഇപ്പൊ അഖിൽമാരാറിന്റെ നെഞ്ചത്തേക്ക് കയറി. അഖിൽമാരാർ പറഞ്ഞത് ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ശുദ്ധ പൊട്ടത്തരവും മണ്ടത്തരവും വിവേകമില്ലായ്മയും അറിവില്ലായ്മയും തന്നെയാണ് അഖിൽമാരാർ പറഞ്ഞത്. അതുകൊണ്ട് ഭാഗ്യലക്ഷ്മി പറയുന്ന അഖിൽമാരാർ ജയിക്കരുത്, ജയിച്ചാൽ അഖിൽമാരാറിന്റെ അടുത്ത് എങ്ങനെ സ്ത്രീകൾ സഹായവുമായി ചോദിച്ചു പോകും എന്നാണ്. അഖിൽമാരാറെ പറയാനുള്ള ഒരു യോഗ്യതയും ഭാഗ്യലക്ഷ്മിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സാറിന് എങ്ങനെ തോന്നുന്നു? കാരണം ഭാഗ്യലക്ഷ്മി ദിലീപിന്റെ കേസിലൊക്കെ കൃത്യമായി ഭാഗ്യലക്ഷ്മിക്കെതിരെ വാർത്ത നൽകിയത് മീഡിയ മലയാളം, നമ്മുടെ ചാനലാണ്. അതുകൊണ്ട് ഭാഗ്യലക്ഷ്മിയെ കുറിച്ച് ഒരു വാർത്ത വന്നാൽ അത് പറയാൻ 100% അർഹൻ നമ്മൾ തന്നെയാണ്. ഈ ഭാഗ്യലക്ഷ്മിയുടെ ഇത്തരം ചില സ്ഥലങ്ങളിൽ വന്നുള്ള ഈ ഒളിഞ്ഞു നോട്ടത്തെ എങ്ങനെ കാണാം? ഇത് രണ്ടും നമുക്ക് പറയുമ്പം രണ്ടും കൊള്ളാം കേട്ടോ. അല്ല, ഒരാളെ ഈ അഖിലെ ലോകത്ത് അദ്ദേഹത്തിന് അറിയാൻ വയ്യാത്ത വിഷയം ഈ അഖിൽമാരാണ്. ഇയാൾ ഈ പറഞ്ഞതുപോലെ വന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ലേ? ബിഗ് ബോസ് എന്ന് വെച്ചാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ കോമാളിത്തരം കാണിക്കുന്ന ആരെയൊക്കെയാണെന്ന് വെച്ചാൽ അവനെയെല്ലാം കൂടെ പിടിച്ചൊരു ബോക്സിനകത്ത് ഇടുക. നമ്മളീ പറയത്തില്ല, അത് ബിഗ് ബോസ് പണി കൊടുത്തതാ. ഇയാള് പറഞ്ഞു, എന്നെ ബിഗ് ബോസിലേക്ക് ഞാൻ പോയാൽ എന്നെ വിളിച്ചാലോ, ഞാൻ പോയാലും തുണി അഴിച്ചിട്ട് ഇയാൾ നിൽക്കുമെന്ന് പറഞ്ഞു. അതോ മാളില് അങ്ങനെയുള്ളവരെ അതിനകത്ത് വേണ്ടത്. അപ്പൊ നമ്മൾ അത് കേട്ടപ്പോ തന്നെ ബിഗ് ബോസ് വിചാരിച്ച് ഇവനെ ഈസിയായിട്ട് തുണി അഴിക്കുന്നവനാ, അപ്പം ഓക്കെ, അതാണ് നമുക്ക് ആവശ്യം. അതിനെ ആദ്യമേ പിടിച്ചിടാം, പൈസ ആയാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് പിടിച്ചിട്ട് നമ്മൾ ഈ പാമ്പെ പഴുതാര മറ്റേ ഈ സൈസ് ദുഷ്ടജീവിയുടെ എല്ലാം കൂടെ ഒരു ബോക്സിനകത്ത് എടുത്തില്ലേ എന്ന് പറഞ്ഞിട്ട് ഇതിനെയെല്ലാം കൂടെ ഒരു ബോക്സിനകത്തിട്ട് ഇതിന്റെ എല്ലാം കൂടെ കോമാളിത്തരം കുറെ കോമാളികളെ കാണിച്ചിട്ട് ഉള്ള ഒരു പരിപാടിയാണല്ലോ. അപ്പൊ അതിനകത്തൊന്നും ഇയാൾക്ക് നമ്പർ 1 കിട്ടി. അപ്പൊ നമുക്ക് അല്ല, അതിനകത്തൊന്നും ഇദ്ദേഹത്തിന് നമ്പർ 1 കിട്ടി, കുറെ പൈസ കിട്ടി. അതോടുകൂടി ഇതിനെ എടുത്തോണ്ട് അങ്ങ് നടപ്പ് തുടങ്ങി. അപ്പോൾ ഇയാളിപ്പോൾ ഒരു പരിപാടിക്ക് പോയാലും മറ്റു കാര്യത്തിനുമൊക്കെ പോയാലും പൈസ കിട്ടും. അതിന് ശേഷം ചാപ്പാട് നല്ലപോലെ അടിക്കാൻ തുടങ്ങി, വൃത്തിയായിട്ട് വസ്ത്രം ധരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇയാൾ നോക്കിയപ്പോൾ എല്ലാ സംവിധാനമായി ഇയാളുടെ മുമ്പിൽ ചാനലുകൾ വരുന്നു, മറ്റു എന്ത് വിഡിതം പറഞ്ഞാലും അതെല്ലാം വാർത്തയാവുന്നു. അപ്പോൾ പുള്ളി ഇപ്പോൾ എല്ലാത്തിനകത്തും വല്യമ്മ പ്രസവിക്കുന്നതിനകത്ത് വരെ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുക. വല്യമ്മ പ്രസവിച്ചു കഴിഞ്ഞിട്ട് നെല്ല് കുത്തുവെന്നോ, വല്യമ്മയ്ക്ക് 13 പ്രസവം ഒരു പ്രശ്നമല്ലെന്നോ, പ്രസവത്തിന് വേദന ഇല്ലെന്നോ എന്നൊക്കെ പറഞ്ഞപ്പോൾ പെണ്ണുങ്ങളെല്ലാം കൂടെ എടുത്തിട്ട് പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ പ്രസവിച്ച ഭാഗ്യലക്ഷ്മി പ്രസവത്തെ പറ്റി സംസാരിക്കാൻ തുടങ്ങി. മനസ്സിലാവുന്നത്? ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞതിനെ അറിയത്തില്ല. അതുവിധാവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ കുറെ പൈസ ഉണ്ടാവുന്നല്ലോ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ അതൊരു പക്ഷേ ഒരു ഇപ്പൊ ഭാഗ്യലക്ഷ്മിയുടെ കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്. ചിലപ്പോൾ ഒരു സ്ത്രീ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ പറ്റുന്നില്ല, നല്ലൊരു ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റുന്നില്ല, അതിൻ്റെ ഒരു സുഖവും കാര്യങ്ങളും ഒന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല, അതിന് കുടുംബത്തിനൊന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല, അടിച്ച് പൊളിഞ്ഞ് നാശമായി അടിനാവിക്ക് തൊഴിയും കിട്ടി വെളിച്ചാടി ഈ പ്രയാസത്തിൽ എവിടെയെങ്കിലും പോയി നടക്കുമ്പോൾ സമയം നല്ല അങ്ങനെ കുറെ കാശുണ്ടാവും. അങ്ങനെ കാശുണ്ടായി കഴിയുമ്പോൾ റോഡേ പോകുന്ന ഈ പറയുന്ന സ്ത്രീകൾക്ക് റോഡേ പോകുന്ന പെണ്ണുങ്ങളെ ഈ ആണുങ്ങളെ കാണുമ്പോൾ മൊത്തം ദേഷ്യം. മാന്യമായിട്ട് പോകുന്നവനും അല്ലാത്തവനും എല്ലാം ഇവരുടെ കണ്ണിൽ അടിനാവി ചവിട്ടിയ പുരുഷന്റെ സങ്കല്പമാണ്. അപ്പൊ അങ്ങനത്തെ ചില ആൾക്കാരുണ്ട്. അപ്പൊ ഭാഗ്യലക്ഷ്മി അങ്ങനൊന്നും അല്ലേ ഞാൻ പറഞ്ഞ ഇവർക്ക് ഈ പറയുന്നത് പോലെ ഇവരെന്താ ഫെമിനിസ്റ്റ്, ഇവർക്ക് ദിലീപിനെ ഇഷ്ടമല്ല. ദിലീപിന്റെ ബലാത്സംഗം പിടിക്കത്തില്ല. ദിലീപ് ബലാത്സംഗം ചെയ്തില്ല എന്ന് കോടതി പറഞ്ഞു. അങ്ങനെ നടന്നിട്ടില്ല, നോക്കിയപ്പോൾ ഒരു തെളിവില്ല കാര്യങ്ങൾ. പക്ഷെ ഇവർ പറയുന്ന അത് അങ്ങോട്ട് ദിലീപ് അതിനുശേഷം പലരെ ഈ വിഷയത്തിനകത്ത് പിടിക്കുകയും അകത്ത് കയറുകയും ഒക്കെ ചിറങ്ങി. അപ്പം താടിയുള്ള അപ്പൂപ്പനെ പേടിയുണ്ടെന്ന് പറഞ്ഞാലേ ചിലരുടെയൊക്കെ പേര് പറഞ്ഞാലേ ഇപ്പം ചാപ്പാട് കഴിച്ചുകൊണ്ടിരിക്കുന്ന സംഭവത്തിനകത്ത് അല്ല അങ്ങനെയല്ല സാർ. ഇപ്പൊ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളെ കൂടെ നമ്മൾ നോക്കും. ഇപ്പൊ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ദിലീപിന്റെ വാക്യത്തോണ്ട് നമ്മൾ കൈയിട്ട് കുത്തിയാലും ചിലപ്പോൾ ആ മനുഷ്യൻ സംസാരിക്കില്ല. എന്തോ പറയട്ടെ, കോടതിയിലിരിക്കുന്ന വിഷയമല്ല, അത് കോടതി തീരുമാനിക്കട്ടെ എന്തെങ്കിലും ലെവലിലേക്ക്. ഒരു ചാനലും ഇതുപോലെ ദിലീപിന്റെ പുറകെ നടന്ന് ദിലീപിനെ ഇന്ന് തന്നെ കയ്യിൽ കിട്ടിയാൽ ഞങ്ങൾ അങ്ങ് തൂക്കിക്കൊല്ലാം, കോടതിക്ക് സമയമില്ലെങ്കിൽ ഇങ്ങ് വിട്ട് തന്നാൽ ഞങ്ങൾ കൊന്നോളാം എന്ന രീതിയിൽ വരെ ആ ചാനൽ നടന്നു. ദിലീപ് ആരെയും ഒന്നും എനിക്ക് തോന്നുന്നു ഒരു മാധ്യമ പ്രവർത്തകനെ മാത്രമാണ് ദിലീപ് ആകെ കൂടെ എന്തെങ്കിലും രീതിയിൽ വേണുനാഥോ എന്നൊക്കെ പറഞ്ഞത്. മറ്റാരെയും അദ്ദേഹം മോശമാക്കി പറയുക ഒരു മാധ്യമ പ്രവർത്തകരെയും അദ്ദേഹം പറയുക ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ചിലരങ്ങനെയല്ല.
നമ്മളെയൊക്കെ കുറിച്ച് A to Z അറിയാവുന്നവരെടുത്ത് പോയി നമ്മൾ പിന്നെ അവരെ വാക്കിയകത്ത് കുത്താൻ പോയാൽ അവർ ആ കയ്യും വലിച്ച് കടിച്ച് 10 നമ്മളെയും കൂടെ പറയും. ഭാഗ്യലക്ഷ്മിക്ക് ആ പേടിയുണ്ട്. ഭാഗ്യലക്ഷ്മിയെ കുറിച്ച് A to Z അറിയാവുന്ന ആരുടെങ്കിലും പോയി എന്തെങ്കിലും ചോദിച്ചാൽ തീർന്നില്ലേ? കടിച്ച് കീറി വലിച്ചു കീറി ഒരു ശാന്തിവെള്ള പണ്ട് ഇതുപോലെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ നമുക്കറിയില്ല സത്യമാണോ കള്ളോ, നമ്മളത് പറയുന്നില്ല. അല്ലെന്ന് ശാന്തിവിള കൊച്ചാണ്ട് അടുത്ത് എന്താ കയറി കൂട്ടി വയ്ക്കാത്ത? ശാന്തിവിള കൊച്ചാണ്ട് വെല്ലുവിളിക്കല്ലേ, പാടാ ഞാൻ മൊത്തം തരാം. ശാന്തിവിള കൊച്ചാണ്ട് അടുത്ത് ഒരു വെല്ലുവിളിയില്ലല്ലോ, അയാളെ കൊമ്പനാനെ വല്ല വന്നു. അതൊന്നും അല്ലല്ലോ. സാധാരണ ഒരു മനുഷ്യൻ വേണമെങ്കിൽ ആവശ്യമോ ദിലീപിനെ ഉപദ്രവിച്ചവർക്ക് ശാന്തിവിള കൊച്ചാണ്ട് എന്താ വേണമെങ്കിലും ചെയ്യാറില്ല. അപ്പൊ ശാന്തിവിള കൊച്ചാണ്ട കാര്യം പറയുന്നുണ്ട്. അപ്പൊ ശാന്തിവിള കൊച്ചാണ്ട് അപ്പൊ ഞാൻ ഈ താടിയുള്ള അപ്പൂപ്പനെ പേടിയുണ്ടെന്ന് പറഞ്ഞില്ലേ, നാളെ കാലത്ത് ഡബ് ചെയ്യണമെങ്കിലേ ചിലരൊക്കെ വിചാരിച്ച ഇതങ്ങ് നിൽക്കും. അപ്പം ചിലരുടെയൊക്കെ പേര് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാകത്തില്ല. ഇപ്പൊ ദിലീപിന്റെ വിഷയത്തിനകത്ത് ഇത് ശകലം ഇപ്പൊ എനിക്കായാലും ഞാൻ ഇങ്ങനെ ഒരു കാര്യമൊക്കെ പറയുന്നവൻ എൻ്റെ കാര്യം 10 പേര് കേൾക്കാനുണ്ടെങ്കിൽ, എനിക്ക് വൃത്തിയായിട്ട് കാര്യം പറയാനുണ്ടെങ്കിൽ, ചേട്ടാ ഒരു കാര്യം പറയാം, 10 ലക്ഷം രൂപ തന്നേക്കാം, അതിന്റെ കൂടെ നിൽക്കാവും. അത് ആ ദിലീപിന്റെ വിഷയത്തിനകത്ത് ആദ്യം തൊട്ടേ കണ്ടത്. ദിലീപിനെതിരെ വന്ന ഒരു ആരോപണം ഒരു വലിയ ലോബിയാ കൈകാര്യം ചെയ്തത്. ആ ലോബിക്ക് ദിലീപിനെ ഇല്ലായ്മ ചെയ്യണമായിരുന്നു. ഒരു പരിധി വരെ സാധിച്ചിട്ടുണ്ട്. കാരണം സിനിമകൾ അതിന് ശേഷം, രാമലീലയ്ക്ക് ശേഷം അദ്ദേഹം സിനിമ വിജയിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തെ അകത്തിട്ട് ആ ജാമ്യം പോലും കിട്ടാതെ ആ 7 കൊല്ലം പൾസർ സുനി കിടന്ന പോലെ കിടത്തുകയും അതിനുശേഷം ശിക്ഷിക്കപ്പെടുകയൊക്കെ ചെയ്യേണ്ട ഒരു രീതിയിലൊക്കെ കാര്യങ്ങൾ. പക്ഷെ അതൊക്കെ നടന്നില്ലെങ്കിലും വീണ്ടും അയാൾ വെളിയിൽ വന്നാൽ വീണ്ടും ആ ഇൻഡസ്ട്രിയിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ വരാൻ പാടില്ലെന്ന് പറഞ്ഞ അയാളെ ഉപദ്രവിച്ചത് അതിന്റെ പുറകെ ലോബി ഉണ്ടായിരുന്നു. ആ ലോബിക്കകത്ത് ഈ സാധാരണക്കാരനായിട്ടുള്ള ജഡ്ജി എണീറ്റ് നിന്നെന്ന് പറഞ്ഞാൽ അതേ നിലവാരത്തിലുള്ള ഐറ്റമായത്. ജഡ്ജി ചേംബറിൽ കയറുമ്പം തൊഴുതുകൊണ്ടായി, കോടതി പോയിട്ടുള്ള ആർക്കേ അറിയത്തുള്ളൂ, വന്ന് തൊഴുതുകൊണ്ടായിരിക്കുന്നത്. അന്നേരം എല്ലാവരും എണീറ്റ് നിന്ന് അവരെയും തൊഴും. അന്നേരം ദിലീപിനെ ഈ പ്രതികളെ, റിമാൻഡ് പ്രതികളെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ പ്രതികളെ അവിടെ സനി നിർത്തിയേക്കും. മനസ്സിലായില്ല? അപ്പൊ ഈ പറഞ്ഞോനെ കോടതി എന്തുവാന്നും മജിസ്ട്രേറ്റ് എന്തുവാന്നും വക്കീൽ എന്തുവാന്നും അറിയാൻ വയ്യാത്ത ഒരുത്തരും റോഡിൽ നിന്ന് പറയുക ജഡ്ജി എണീറ്റ് നിന്നു, ഞാൻ കണ്ടത്. മനസ്സിലാവുന്നുണ്ട്? ഇതേ രീതിയിലുള്ള ആൾക്കാരെ ഇത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്തൊരു അജണ്ട ഉണ്ടായിരുന്നു. അതിനകത്ത് ഭാഗ്യലക്ഷ്മിയും ആ അജണ്ടയുടെ ഭാഗമാണെന്നേ വിചാരിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഇതിനകത്ത് ഈ പ്രസവത്തിനകത്ത് എന്തോ അജണ്ടയാന്ന് എനിക്കറിയത്തില്ല. നേരത്തെ ഒന്നും കണ്ടില്ല. നേരത്തെ കണ്ടായിരുന്ന BJP-ക്കാരെല്ലാം കൂടെ ഈ സാധനത്തിനെ മിക്കവാറും കൈകാര്യം ചെയ്യുന്നു. യുവരാജ് ഗോകുല് പറയുന്നുണ്ട് ഈ പ്രസ്താവന കുറച്ച് മുമ്പേ നടത്തിയിരുന്നെങ്കിൽ അഖിൽമാരാർക്ക് ഒരു 10,000. കാരണം ഈ ഏതിനും കയറി അഭിപ്രായം പറയുന്നവരൊക്കെ ജനങ്ങൾക്ക് ഒരു വിലയുണ്ടാകില്ല. ഭാഗ്യലക്ഷ്മി അങ്ങനെയാണ്, ടാർഗറ്റഡ് ആണ്. ഇപ്പൊ മലയാളത്തിൽ ഒരു മാധ്യമ പ്രവർത്തകയുണ്ട്, ഞാൻ പേര് പറയുന്നില്ല, കേൾക്കുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും. BJP വിരോധം എന്ന് പറയുന്നത് കുറെ മാധ്യമ പ്രവർത്തകർക്ക് BJP വിരോധമുണ്ട്. പക്ഷെ ഈ മാധ്യമ പ്രവർത്തകരുടെ തല മുതൽ കാല് വരെ BJP വിരോധമാണ്. എന്ത് വിട്ടിത്തരവും ഇരുന്ന് പറയും. പിറ്റേ ദിവസം ഈ വീഡിയോ യഥാർത്ഥ കാര്യം കൂടെ എടുത്തിട്ട് ആളുകൾ കുത്തിപ്പൊക്കി മാധ്യമ പ്രവർത്തകരെ നാണം കെടുത്തി ഈ അടുത്ത ഈ BJP വിരോധം മൂലം ഇപ്പൊ ആം ആദ്മി പാർട്ടി ഏറ്റവും മോശപ്പെട്ട പാർട്ടിയാണെങ്കിൽ BJP വിരോധം ഉള്ളതുകൊണ്ട് ആം ആദ്മി നല്ലതാണെന്ന് പറയും. ഇപ്പൊ ഈ അടുത്ത സമയത്ത് ഞാൻ കണ്ട ഒരു കാര്യം, കേരളത്തിൽ ഇപ്പോ കൊടും ചൂടാണ്. പിന്നെ വെള്ളം, പിന്നെ പുഴകളിലെ തോടുകൾ എല്ലാത്തിലും വെള്ളം വറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ. ലോഡ് ഷെഡിങ് വീണ്ടും വരുന്നു എന്ന് പറയുന്നു, കറണ്ട് പോകുന്നുണ്ട്, അതൊക്കെ സ്വാഭാവികമാണ്. ഇതൊന്നും ഇപ്പൊ ചൂട് നേരത്തെ വരും എന്നൊന്നും കബഡി നിരത്തി നോക്കാൻ പിണറായി വിജയൻ പിന്നെ ജോത്സ്യനൊന്നും അല്ല. വന്നു കഴിയുമ്പോൾ അതിൻ്റെതായ ഇപ്പൊ എല്ലാ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ചൂട് അധികം കൂടുതലാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുടെ മാക്സിമം നമ്മൾ ചെയ്യുന്നുണ്ട്. അത് പിണറായി വിജയൻ കാരണമാണ് കേരളം ഇരുട്ടിലായത്. അങ്ങനെയാണെങ്കിൽ ഒരുത്തം കിടന്ന് പറയുന്നത് കേട്ട് എന്താ ഭൂതം ഇറങ്ങി പോകുന്ന ഈ കണ്ടകശനി കൊണ്ടേ പോകുന്നുള്ള കുറച്ച് അവസാനത്തെ അണയാൻ പോകുന്ന തീ ആളി കത്തും എന്നൊക്കെ പറയുന്നത് പോലെ പിണറായി വിജയൻ ഇറങ്ങിപ്പോകുന്ന സമയമായതുകൊണ്ടാണ് പാമ്പ് കടി, പിന്നെ ഇവിടുത്തെ വെടിക്കെട്ട് ദുരന്തം, ഇപ്പൊ ചൂട്, ഇതൊക്കെ പിണറായി വിജയൻ ഇറങ്ങി. നമുക്കൊരാളോട് വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ നേതാവിനോട് എന്ത് വൈരാഗ്യം, ആശയപരമായ വൈരാഗ്യങ്ങൾ ഉണ്ടാകാം അയാൾ പറയുന്നതിനോടും ചെയ്യുന്നതിനോടും, അവനപ്പുറം ഒരു വൈരാഗ്യം നമുക്കില്ല. പക്ഷെ ഇവര് ഒരാളെ അങ്ങ് ഇപ്പൊ മോദിയെ തീർക്കണമെങ്കിൽ മോദി അങ്ങ് വേറെ ഒന്നിലും മോദിയെ തകർക്കാൻ കഴിയില്ല. ഇപ്പൊ പെണ്ണ് കേസിലോ അല്ലെങ്കിൽ അഴിമതി കേസിലോ വേറെ ഒരു തരത്തിലും മോദിയെ തകർക്കാനില്ല. അപ്പൊ മോദി ചെയ്ത കാര്യങ്ങളെ വെച്ച് ഇല്ലാത്ത നരേറ്റീവ് സൃഷ്ടിക്കുമ്പോൾ പിറ്റേ ദിവസം അറിയാവുന്ന ആളുകൾ എടുത്തിട്ട് NK പ്രേമചന്ദ്രനൊക്കെ കഴിഞ്ഞ ദിവസം ശ്രീജിത്ത് വാര്യർ അലക്കി ഒട്ടിച്ചത് നമ്മൾ കണ്ടത്. ഇതുപോലെയാണ് പലരുടെ, അതായത് പറഞ്ഞ് ഇപ്പൊ ആർക്കും ഇവള് വാ തുറക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം എന്താണെന്നുള്ളത്, അത് മൈൻഡ് ചെയ്യാൻ പോട്ടെ എന്നുള്ള രീതിയിലേക്ക് എത്തും. ചാണകുഴിയില്ലാതെ ചാടാൻ പോകുന്ന ആൾക്കാർ വളരെ കുറവാണ്. അപ്പൊ മനസ്സിലായി. അപ്പൊ ഇതിനകത്ത് ഇവര് പറയുന്നത്, കഴിഞ്ഞ ദിവസം സാറ് കേട്ടില്ല, ഇപ്പൊ നമ്മള് ഭാഗ്യലക്ഷ്മിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് വന്നാൽ ഒരു മാധ്യമ പ്രവർത്തക ഒരു ചാനലിരുന്ന് പറയുന്നതാ മോദിയുടെ ചാണകത്തലയാണെന്ന്. അല്ല വേറെ
ഇതിനകത്ത് വലിയൊരു കാര്യമുണ്ട്. ഇപ്പൊ ഇവരുടെ കാര്യം പറഞ്ഞ് ഇവർ പറയുന്നത് ഈ അഖിൽ മാരാർ ജയിക്കാതിരിക്കണം, അഖിൽ മാരാർ ജയിച്ചു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് അവിടെ എല്ലാം പറ്റുകയാണ്. പുള്ളി പെണ്ണുങ്ങളെ കണ്ട് ഇത് പറഞ്ഞു പുള്ളിയും പറഞ്ഞൊന്നുമില്ല. പുള്ളി ആഎല്ലാത്തിനകത്തും ഈ സർവ്വലോക പരിജ്ഞാനിയാവാൻ വീട്ടിൽ കുറെ നാളില്ലായിരുന്നു, എവിടെയായിരുന്നു അറിയത്തില്ല, പിന്നെ എങ്ങനെയോ ജാമ്യമൊക്കെ എടുത്ത് വന്നതാ. അപ്പൊ അയാൾക്ക് ഇതിനെ പറ്റി ലോകത്ത് എല്ലാത്തിനെ പറ്റിയും പുള്ളി യുഎൻഎയിലെ കാര്യം വന്നാലും 4 കവള് സംസാരിച്ചേ പുള്ളി പോകത്തുള്ളൂ. പുള്ളിയുടെ ഒരു വിലയില്ല. പുള്ളിയിലെ ഞാൻ മുമ്പേ പറഞ്ഞില്ല ഇതുപോലൊക്കെ വന്ന. അപ്പൊ ഇവര് അത് കേട്ടപ്പോൾ ജയിക്കാൻ പാടില്ല, അഖിൽ മാരാർ അങ്ങോട്ട് ചെന്ന ആളുകളെ എന്തോ പെണ്ണുങ്ങളെ മൊത്തം കയറി. അതല്ല സാർ, ഇപ്പൊ ഡബിക്കൊന്നും കാണില്ല, ആരും ശ്രദ്ധിക്കണില്ല, എന്നെ ആരും വിളിക്കണില്ല, ഞാനിവിടെ ജീവനോട്. അവര് പറയുന്നു പ്രസവത്തെ പറ്റി ഇയാൾക്ക് വല്ലതും അറിയാം, ഇവർ അല്ലെങ്കിൽ പ്രസവം ഇവർക്ക് അറിയാം, ഞാനിപ്പോ തിരക്കിയപ്പോ 2 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയപ്പോ ഇവർക്ക് പ്രസവിച്ച് ശീലമുള്ളവരാ കേട്ടോ. അപ്പം അതിനെപ്പറ്റി അവര് പറയുന്നു, ഇവര് പറയുന്നു ഏതായാലും ജയിക്കണ്ട. പിന്നെ അഖിൽ മാരാർ പറഞ്ഞേക്കുന്ന 2 മാധ്യമങ്ങളെയൊക്കെ പുള്ളിയും വെല്ലുവിളിച്ചിട്ടുണ്ട്. ഞാൻ ഏതോ മാധ്യമപ്രവർത്തനെ വെല്ലുവിളിച്ച് 4-ാം തീയതി കഴിയുമ്പോൾ അതും അഖിൽ മാരാറിന്റെ സോക്കേട് എന്തോ ഇലക്ഷൻ, എന്തോ രാഷ്ട്രീയം, എന്തോ പാർട്ടി എന്നൊക്കെ ഉള്ള കാര്യം 4-ാം തീയതി പ്രസവം ഭയങ്കര സുഖമാണെന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞതുപോലെ ഇലക്ഷനെ പറ്റിയും രാഷ്ട്രീയ പാർട്ടിയെ പറ്റിയും അല്ലെങ്കിൽ എങ്ങനെയാണ് രാഷ്ട്രീയം വന്നതിനെ പറ്റിയും റിസൾട്ട് വരുമ്പോൾ മാരാർക്കും മനസ്സിലാവും. മനസ്സിലായില്ലേ? അതായത് എല്ലാത്തിനും പുള്ളി ജയിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ, അത് റിസൾട്ട് വരും മാരാർക്കും മനസ്സിലാവും. പിന്നെ ഇവർ ആ സൂക്കടങ്ങ് മാറും. പുള്ളി വിചാരിച്ചിരിക്കുന്ന വരുന്ന വഴിക്ക് 4-5 പേര് കയ്യൊക്കെ പൊക്കി കാണിച്ചാൽ ഇതെല്ലാം ഓട്ടാന്നും അല്ലെങ്കിൽ പാട്ടയാന്നും മറ്റാന്നും ഒക്കെ അതിപ്പോ ജയിക്കോ നോക്കുമെന്നുള്ളത് ഏതായാലും 4-ാം തീയതി പുള്ളിയുടെ വിചാരമാണോ ജനങ്ങളുടെ വിചാരം 4-ാം തീയതി കൊച്ചാണോ പെണ്ണാണോ അറിയാം, നമുക്ക് 4-ാം തീയതി അറിയാം. അഖിൽ മാരാർ ഇവരുടെ പിന്നെ ഇപ്പൊ അഖിൽ മാരാർ അല്ല അവർക്ക് പറയാൻ പറ്റും, അവർക്ക് അഖിൽ മാരാറിന്റെ ഉൾപ്പെടെ പറയാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പിണറായി വിജയനെ പറ്റി പറഞ്ഞാലേ 4 പേര് വാർത്തയാവത്തുള്ളൂ. അല്ലെങ്കിൽ നാളെ കാലത്ത് പിണറായി വിജയനെ പറ്റിയും മോദിയെ പറ്റിയും പറഞ്ഞാലല്ലേ നാളെ ഈ പറയുന്നവൻ ഏത് വായി നോക്കിയായാലും ഏതറിയാത്തവനായാലും പിണറായിക്കെതിരെ പറഞ്ഞാൽ അവനെ കൈകാര്യം ചെയ്യാനും മാധ്യമങ്ങൾ ഏറ്റെടുക്കാനും ഉണ്ട്. മോദിക്കെതിരെ പറഞ്ഞാലും അതാ ഗുണം. ധന്യക്ക് ഇപ്പം നാളെ ആളാവണോ? പിണറായി ചീത്ത വിളിച്ചാൽ മതി. കാരണം പിണറായി അത്ര വലിയൊരു കക്ഷിയാ, വലിയ നേതാവ്. അതുപോലെ മോദിയെ ചീത്ത വിളിച്ചു. ഇത് മാങ്കൂട്ടം കണ്ടില്ലേ, ഒന്നും അനങ്ങായിരുന്നു അസ്തമിച്ചിരുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം പിണറായി ഡാഷ് മോനെ എന്ന് വിളിച്ചു. വീണ്ടും എയർലായിട്ടുണ്ട്. എയർലാവെന്ന് പറഞ്ഞാൽ അവൻ ഉദ്ദേശിക്കുന്ന പബ്ലിസിറ്റിക്ക് നെഗറ്റീവും പോസിറ്റീവും ഇല്ല, പബ്ലിസിറ്റിയേ ഉള്ളൂ. മനസ്സിലാവും? ഇവനെ ചീത്ത വിളിക്കാനാണെങ്കിൽ മാങ്കൂട്ടം വീണ്ടും ലൈനിലായോ ഫ്രെയിമിലായോ, ഇതൊരു ബുദ്ധിപരമായ നീക്കമാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഇവർക്ക് ഡബിങ്ങിന്റെ പണി ഇപ്പൊ ഇല്ലായിരിക്കും. അതുകൊണ്ട് അഖിൽ മാരാറിന്റെ പ്രസവത്തെ കയറി പിടിച്ചതാ. ഏതായാലും 2ഉം കൊള്ളാം, നടക്കട്ടെ.